ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. രാവിലെ തന്നെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളും എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമുക്ക് ചായക്ക് പൂരി ബാജിയാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പൂരി പെട്ടെന്നുണ്ടല്ലോ ഉണ്ടാക്കാൻ. വലിയ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ അത്ര സോഫ്റ്റായിട്ട് ഒരുപാട് സമയം കുഴച്ചിരിക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതിനിടയിൽ കൂടെ പെട്ടെന്ന് റെഡിയാക്കാം. പിന്നെ പൂരിയാണ് നമുക്ക് അവിടുന്ന് കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കും ചെയ്യാമല്ലോ. പെട്ടെന്നായി കിട്ടുമല്ലോ. ചെറിയ വട്ടത്തിലല്ലേ പരത്തൊക്കെ വേണ്ടുള്ളൂ. അതൊക്കെ പെട്ടെന്ന് ചെയ്യാം. എനിക്ക് അത് പൂരി ഉണ്ടാക്കണമെന്ന് എനിക്കൊരു പ്രയാസമുള്ള കാര്യമില്ല. ഞാൻ പെട്ടെന്ന് ചെയ്യും. അഹങ്കാരമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ്, അല്ലേ? ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അഹങ്കാരം തന്നെയാണ്. കാരണം എന്താണ്? അത് നമ്മൾ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കഴിവിൽ അഹങ്കരിക്കും. അങ്ങനെ പല പല കാര്യങ്ങളിൽ മനുഷ്യൻ അഹങ്കാരിയായിട്ട് മാറും. ചില ആൾക്കാർക്കുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ പറയുന്നത്. എല്ലാവരും ഒന്നും അങ്ങനെയല്ല. ചിലർ ഉള്ളതിലും വളരെ എളിമയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് ഒക്കെ സംസാരിക്കും, അല്ലെങ്കിൽ ആൾക്കാരോട് പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാരാണ് അത്തരം. എല്ലാ സ്വഭാവമുള്ള ആൾക്കാരും ഉണ്ടല്ലോ. ഒരേ തരത്തിലുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ ഉള്ളത്. പല തരത്തിലുള്ള ക്യാരക്ടറുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ചുറ്റിലുള്ളത്. അപ്പോൾ അത് സമ്പത്തിലായാലും അറിവിലായാലും പിന്നെ സൗന്ദര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും അതൊന്നും അധിക കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കാര്യമില്ല. ഇപ്പോൾ സൗന്ദര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വരുമ്പോൾ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞ സാധനം, അല്ലേ? അതിൽ അഹങ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചിലരെന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് അതിലൊക്കെ അഹങ്കരിച്ച് നടന്നിട്ടുണ്ടാവും. ഒരു അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയിട്ടൊക്കെ നമ്മളുടെ ഏത് സൗന്ദര്യത്തിൽ നമുക്ക് ഏതാണ് മുന്നിട്ട് നിൽക്കുന്നത് ആ സാധനമൊക്കെ നമുക്ക് ഇല്ലാണ്ടാവാൻ അധിക സമയമൊന്നും വേണ്ട, അല്ലേ? ഒരു ഒടിവോ ചതവോ അല്ലെങ്കിൽ ഒരു മുറിവോ പറ്റി കഴിഞ്ഞാൽ തീരാവുന്നത് തന്നെയുള്ളൂ നമ്മുടെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത്. അതൊന്നും ആരും ചിന്തിക്കില്ല എന്ന് മാത്രം. അല്പം നമുക്ക് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് അഹങ്കരിക്കുകയാണ് പൊതുവെ എല്ലാവരും ചെയ്യുക. പിന്നെ അതന്നെ സാമ്പത്തിക സ്ഥിതിയാണ്. സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഞാൻ വലിയ ആളാണെന്നുള്ള ഗമയൊക്കെ കാണിച്ച് നടക്കുകയൊക്കെ ചെയ്താലും എന്തെങ്കിലും ഇപ്പം ഇതുപോലെ തന്നെ ഒരു അസുഖം വന്നാൽ ഒക്കെ തീരാവുന്നത് തന്നെയുള്ളൂ നമ്മുടെ എത്ര നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും. ഇപ്പോഴത്തെ ചികിത്സാ രീതിയൊക്കെ വെച്ചിട്ട് നമ്മൾ എത്ര സമ്പത്തുള്ളവർ അതിനനുസരിച്ച് നല്ല നല്ല ചികിത്സാ രീതികളാവും തേടുന്നുണ്ടാവുക. നമ്മളിപ്പോൾ കേരളത്തിൽ ചികിത്സിക്കും, പിന്നെ അതിന് പുറത്ത് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, എത്ര സമ്പത്തുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് തീരാവുന്നത് തന്നെയുള്ളൂ. ഇതൊന്നും ആരും ചിന്തിക്കില്ല എന്ന് മാത്രം. എന്തുണ്ടോ അതിൽ നമ്മൾ അഹങ്കാരം കാണിച്ചിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിച്ചിട്ടും മറ്റുള്ളവരോട് മോശമായി പെരുമാറിയിട്ടും അങ്ങനെയൊക്കെ അങ്ങനെ പോകും ലൈഫ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ബാക്കിലേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് വരും ആരും ചിന്തിക്കുന്നില്ല, അല്ലേ? അപ്പോൾ ഒന്നിലും അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എളിമയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് എന്നും നമ്മളെ കൂടെ ഉണ്ടാവും. നമുക്ക് എന്നും അത് ഒരു നല്ലത് മാത്രമേ അത് വരുത്തുള്ളൂ. മറ്റുള്ളവരോട് പെരുമാറുന്നിടത്താണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണ് നമ്മളുടെ എളിമ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെപ്പോഴും ഒരു മൂല്യം ഉണ്ടാവും. ആരോടും എളിമയോടുകൂടി പെരുമാറുന്നതാണ് ഏറ്റവും നല്ലത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. വിനയം എളിമയൊക്കെയല്ലേ നമുക്ക് എപ്പോഴും നല്ലത് എന്നുള്ള കാര്യത്തിൽ. എത്ര ഉന്നതന്മാർ നമ്മൾ ചില ആൾക്കാരെ കൊണ്ട് ഇപ്പം നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ചില ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്ര ഉയർന്ന പദവിയിൽ ഇരുന്നിട്ടും അല്ലെങ്കിൽ അത്രയും ഉയർന്ന സ്ഥാനത്തൊക്കെ ആണെങ്കിലും കൂടിയിട്ട് ആൾക്കാരോട് പെരുമാറുന്നത് കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ സംസാരിക്കണ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അല്ലേ? ഇപ്പോൾ നിസ്സാരം നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ തന്നെ ചില ഡോക്ടേഴ്സ് ആണെങ്കിൽ വെറുതെ വഴക്ക് പറഞ്ഞിട്ടോ, ചിലർ ഭയങ്കര സ്നേഹമായിട്ട് അവരുടെ സ്വന്തം ആളെ പോലെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളോട് അതുപോലെ സംസാരിക്കുന്ന കുറേ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, ഇല്ലേ? അപ്പോൾ നമുക്ക് തോന്നാവും അത്രയും തിരക്കുള്ള ആളാണെങ്കിൽ അത്രയും വലിയൊരു ആളാണെന്നിട്ടും
എന്തുപോലെയാണ് ആ രോഗികളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ആളെ പോലെയാണ് ഡോക്ടർ സംസാരിച്ചത്, അല്ലെങ്കിൽ അതുപോലെയാണ് പറയുന്നത് എന്നൊക്കെ നമ്മളെപ്പോഴും പറയാം. അപ്പോൾ ഇതൊക്കെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ എപ്പോഴും തന്നെ വിനയം ഉള്ളവരാകുക, അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കുക. നമുക്ക് എന്ത് സംഭവം ഉണ്ടെങ്കിലും അതിലൊന്നും നമ്മൾ അഹങ്കരിക്കേണ്ട. അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ. മനുഷ്യജീവിതമാണ്, നമുക്ക് എന്തും ആവാം, എങ്ങനെയും ആവാം. ഇന്നതുണ്ടെന്ന് വെച്ചിട്ട് നാളെ അത് ഉണ്ടായിക്കോളണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇല്ലാത്ത ആൾക്കാർക്ക് നാളെ അത് ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റില്ല, അല്ലേ? ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങളാണ്, സംഭവങ്ങളാണ്. എല്ലാവരും ഇടയ്ക്കൊക്കെ നമ്മൾ ഒന്ന് പുറകോട്ട് ചിന്തിക്കുന്നതൊക്കെ എപ്പോഴും നല്ലതാണ്. നമ്മൾ അഹങ്കാരി ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നിലും അഹങ്കരിക്കാൻ തോന്നില്ല. അഹങ്കാരം കാണിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ എപ്പോൾ തിരിച്ചെടുക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊരു ചെറിയ ഉദാഹരണം പോലെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെയൊക്കെ ആണ് ലൈഫ്, ജീവിതം എന്നൊക്കെ ഒന്ന് നമ്മളെപ്പോഴും ഓർക്കണം. നമ്മളുടെ ഒരു ഇതിന് തന്നെ നമ്മൾ ഓർക്കണം, നല്ലതാണ്. നമ്മൾ അഹങ്കാരി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, തീരാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഭയങ്കര സൗന്ദര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് അഹങ്കരിക്കും. നല്ല നിറത്തിൽ, അല്ലെങ്കിൽ അവരുടെ ലുക്കിലൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെയാണ് നമുക്ക് അഹങ്കരിച്ചിട്ടുള്ള ആ ഒരു ഇതിൽ. സൗന്ദര്യം എന്ന് പറയുന്നതൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന സാധനം തന്നെയുള്ളൂ. നിറമില്ലാത്ത ആൾക്കാർക്ക് നിറം വെപ്പിക്കാനും അല്ലെങ്കിൽ നിറം വയ്ക്കാനും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടി പറഞ്ഞൊരു കാര്യമാണ്. അവളുടെ മാരേജൊക്കെ ആയിട്ട് സംബന്ധിച്ചിട്ട് അവൾ കുറച്ച് നിറം കുറവും പിന്നെ അത്ര അങ്ങോട്ട് ഭംഗിയില്ല എന്ന് അവൾക്കൊരു തോന്നലെന്ന് മാത്രം. സൗന്ദര്യം ഫുള്ളും നമ്മളുടെ ഈ പുറം മൂടിയിലൊന്നല്ല ഫുള്ള് സൗന്ദര്യങ്ങൾ ഇരിക്കുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് അതിൻ്റെ മനസ്സിനകത്തുള്ള സൗന്ദര്യം തന്നെ. പുറം സൗന്ദര്യമൊക്കെ കുറച്ച് ദിവസത്തേക്കാണ് ആർക്കാണെങ്കിലും ആസ്വദിക്കാൻ കഴിയുള്ളൂ. മനസ്സിൻ്റെ സൗന്ദര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവരോട് കൂടി ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പല ആൾക്കാരും സൗന്ദര്യം കണ്ടിട്ടൊക്കെ പലരും വിവാഹം കഴിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കണ്ടിട്ടൊക്കെ വിവാഹം കഴിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ അവരുടെ ഒന്നും മനസ്സിനകത്ത് അത്ര സ്നേഹം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സൗന്ദര്യമൊക്കെ വെറുതെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ പേരെ എനിക്ക് തന്നെ അറിയാം. അപ്പോൾ സൗന്ദര്യമൊന്നും അല്ല നമ്മുടെ സന്തോഷം തരുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ കുട്ടിയുടെ വിവാഹ ജീവിതമായിട്ട് കുറച്ച് നീണ്ടു പോകുന്നതിനെ കുറിച്ച് എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചതാണ്. അപ്പോൾ ഞാനത് നിങ്ങളോട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അതായത് ഇപ്പോൾ ഇത്രയും ലെങ്തായി പോകുമ്പോൾ ഇതും കൂടി സംസാരിക്കുമ്പോഴേക്ക്. അപ്പോൾ ഞാൻ ആ മോളോട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പം ഒന്നിലും ആരും അഹങ്കരിക്കേണ്ട. നമുക്ക് ഉള്ളത് ഇല്ലാതെ ആവാനും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരാനും ഒക്കെ കുറച്ച് സമയമൊക്കെ വേണ്ടുള്ളൂ ലൈഫിൽ. അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഒന്നിനെക്കുറിച്ചും ഇല്ലയെന്ന് വിചാരിച്ചിട്ടും ദുഃഖിക്കേണ്ട. ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അഹങ്കരിക്കും വേണ്ട. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഞാൻ എൻ്റെ പാചക പരിപാടികളൊക്കെ നോക്കട്ടെ. പൂരി ഉണ്ടാക്കണം, ബാജി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കിഴങ്ങും പിന്നെ ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേവിച്ചെടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ രാവിലത്തെ പലഹാരം പൂരിയാണ്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ബാജിക്കറി റെഡി ആയിട്ടുണ്ട്. പണ്ടൊക്കെ കർക്കിടകത്തിന് പറയുന്നതാണ് പഞ്ഞമാസം, അല്ലെങ്കിൽ കള്ളക്കർക്കിടകം, മഴയുടെ മാസം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും കർക്കിടകത്തിന്. പല പോലെ വർണ്ണിക്കുന്നുണ്ട് കർക്കിടകത്തിന്, അല്ലേ? പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ അറിയണം എന്താണ് രാമായണ മാസം. അമ്പലങ്ങളിലും വീടുകളിലും പിന്നെ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള സദസ്സുകളിലൊക്കെ ഇപ്പോൾ രാമായണ മാസം ആചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ അമ്പലങ്ങളിലും രാമായണം വായന ഉണ്ട്. പിന്നെ ഒരുപാട് പേര് വീടുകളിൽ രാമായണം വായിക്കാറുണ്ട്. അതുവരെ നമുക്ക് ചെയ്യാൻ ഒഴിവില്ല അല്ലെങ്കിൽ അവസരമില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ കർക്കിടക മാസത്തിൽ വീട്ടിൽ ഒരാളെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ രാമായണം എടുത്ത് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്, അല്ലേ? ഇതൊക്കെ നമ്മൾ ലൈഫിന് ഇതൊക്കെ നല്ലത് തന്നെയാണ്. നല്ല കാര്യങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ടൊന്നും നമുക്ക് പ്രത്യേകിച്ചൊരു ദോഷമൊന്നും വരാൻ പോകുന്നില്ല. നമുക്കതിലെ ആന്തരിക അർത്ഥങ്ങൾ എന്തൊക്കെയാണ്, അതെന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളതിന് എന്തൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്നൊക്കെ നമ്മളതിന്
മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഏത് പുരാണ പുസ്തകങ്ങളായാലും അല്ലെങ്കിൽ ഏത് മതപുസ്തകങ്ങളായാലും അതൊക്കെ മനുഷ്യന് നല്ലത് തന്നെയാണ് എപ്പോഴും പറഞ്ഞു തരുന്നത്. അതൊക്കെ ഉപയോഗിക്കുന്നവർ അതിനെ വളച്ചൊടിച്ചിട്ടും അല്ലെങ്കിൽ ഓരോ പോലെയൊക്കെ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെയാണ്. അല്ലാതെ അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യത്തിൽ എല്ലാം മനുഷ്യന് ഉപകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പറയുന്നവർ വളച്ചൊടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിനൊക്കെ മാറ്റി മറിച്ചൊക്കെ പറയണമെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഖുറാനായാലും ബൈബിളായാലും പിന്നെ എന്താണ് ഭഗവത്ഗീത ആയാലും മഹാഭാരതം ആയാലും രാമായണമായാലും അതിലൊക്കെ എന്താണ് മാനവരാശിക്ക് നന്മ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ തെറ്റുകൾ ചെയ്യാതെ മുന്നോട്ട് പോകാനും മനുഷ്യന് എന്തൊക്കെ നന്മ വേണോ അതൊക്കെ തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഏത് പുരാണ പുസ്തകങ്ങളിലായാലും മതപുസ്തകങ്ങളിലാണെങ്കിലും ഒക്കെ മനുഷ്യരാശിക്ക് നന്മ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ അഭിപ്രായമാണ് കേട്ടോ, ഞാൻ ആരും പറഞ്ഞു കേട്ടിട്ടല്ല, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാ പുസ്തകങ്ങളും എന്താ പറയുന്നത്, നിന്നെപ്പോലെ മറ്റുള്ളവർ സ്നേഹിക്കണം തന്നെയാണ് എല്ലാ പുസ്തകങ്ങളും പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് അത് തന്നെയാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാനും ഇതൊക്കെ തന്നെയാണ് എല്ലാ ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മനുഷ്യന്മാരായ എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ്. അത് ഒന്നിലും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും മുറിച്ചാലും രക്തം തന്നെയാണ് വരിക. ഒരാളെ മുറിച്ചാൽ കളറിലൊന്നും മാറ്റില്ലല്ലോ. എല്ലാവരിൽ നിന്നും വരുന്നത് ഒരേ കളറുള്ള ബ്ലഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ. പിന്നെ നമ്മുടെ ജീവിത രീതിക്കനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചൊക്കെ നമ്മൾ മാറി മാറി പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ മാത്രം. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ. നല്ലത് ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നമുക്ക് എന്താണ് നല്ലത് തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. നമുക്ക് നല്ലത് ചെയ്യുക, നന്നായി മുന്നോട്ട് പോവുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇതൊക്കെ എൻ്റെ ഒരു പോളിസി. ഞാൻ വിചാരിച്ചു പോകുന്നത് അങ്ങനെയൊക്കെയാണ്. വാക്കുകൊണ്ടായാലും ഒരു പ്രവൃത്തി കൊണ്ടാണെങ്കിലും മറ്റുള്ള ഒരാൾക്കൊരു വേദന കൊടുക്കാതിരിക്കുക എന്നാണ് എൻ്റെ ജീവിത തത്വം. ഞാൻ എപ്പോഴും അതാണ് കേട്ടോ എന്താണ് ചിന്തിക്കാറുള്ളൂ. മറ്റുള്ളവരെ പരമാവധി ഉപദ്രവിക്കാതിരിക്കുക, മറ്റുള്ളവർക്കൊരു സങ്കടം കൊടുക്കാതിരിക്കുക, എല്ലാവരോടും ചിരിച്ച മുഖത്തോടു കൂടി ഇടപെടുക, അത്രയൊക്കെയാണ്. ആരോടും ഒരു കറുത്ത വാക്ക് പറയാനോ അല്ലെങ്കിൽ ഒരാളെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് സംസാരിക്കാനൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സാഹചര്യം കൊണ്ട് എപ്പോഴെങ്കിലും അങ്ങനെ വന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പരമാവധി ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. നന്നായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൂടെ തന്നെ എല്ലാവരും മുന്നോട്ട് പോകാൻ ശ്രമിക്കും.